ഹായ് ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടുന്നത് KSRTC തന്നെ ആദ്യത്തെ വോൾവോ 9600 സീറ്റർ ബസ്സാണ്. സ്ലീപ്പർ ബസ്സുകളും സീറ്റർ ബസ്സുകളും വോൾവോ 9600 KSRTC ഇറക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ബസ്സാണ് ഇതാ ഉദ്ഘാടനത്തിനായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കാത്തിരുന്നത് ഈ ഒരു ബസ്സിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് KSRTCയുടെ ആദ്യത്തെ 9600 എങ്ങനെയാണെന്ന് നോക്കിയാലോ. KSRTCയുടെ ആദ്യത്തെ വോൾവോ 9600 ആണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ പലർക്കും പറഞ്ഞാൽ അംഗീകരിക്കാത്തൊരു കാര്യമാണ്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് KSRTC ആണ് ഒരു വോൾവോ സ്വന്തമാക്കിയൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വോൾവോ സ്ലീപ്പർ ഇറക്കിയ സമയത്തും ആദ്യമായിട്ട് സ്വന്തമാക്കിയത് KSRTC ആണ്. നമ്മുടെ ഗജരാജുകൾ, കാരണം വോൾവോ ഇറക്കിയ ആദ്യത്തെ ഇന്ത്യയിലെ സ്ലീപ്പർ ബസ്സുകൾ. ഇതാണ് നമ്മുടെ പുതുപുത്തൻ 9600 ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഇപ്പം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അണിയിച്ചു വയ്ക്കുകയാണ്. വോൾവോ 9600 ഉദ്ഘാടനം ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നു നിൽക്കുന്ന ലുക്കാണിത്. KS448 ആണ് ഈ ബസ്സിൻ്റെ ബോണറ്റ് നമ്പർ വരുന്നത്. ഇതും നാഷണൽ ഫ്ലാഗിൻ്റെ കളറിലാണ് KSRTC ഇറക്കിയിട്ടുള്ളത്. സ്വിഫ്റ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ടോട്ടൽ 15 മീറ്റർ ആണ് നമ്മുടെ വോൾവോയുടെ ലെങ്ത് വരുന്നത്. സീറ്ററിനും സ്ലീപ്പറിനും എല്ലാം മൾട്ടി ആക്സിലാണ്. നാഷണൽ കളർ തീമിലാണ് ഇതും ചെയ്തിട്ടുള്ളത്. നമ്മുടെ ട്രൈ കളർ തീമിൽ ഇവിടെ സൈഡിലായിട്ട് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എല്ലാം ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വരുന്നത് ഇതിൻ്റെ ഡീസൽ ടാങ്കാണ്. ഇതിൻ്റെ ഡിക്കി സ്പേസ്, ഇത്ര ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ആഡ്ബ്ലൂ ടാങ്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മൾട്ടി ആക്സിൽ വീൽസ് കംഫർട്ട്. അതിനുശേഷം ഇവിടെ നമ്മുടെ ചുണ്ടൻ വെള്ളത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ട് KSRTC എന്നുള്ള പേര് അവിടെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെയായിട്ട് ഒരു ബ്ലൂ കളർ തീം വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു സൈഡ് ലുക്ക് വരുന്നത്. അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെയാണ്, അത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കില്ല. സീറ്ററും സ്ലീപ്പറും എല്ലാം ഇതൊരു ലുക്കിലായിരിക്കും ഇറങ്ങുക. ഇവിടെയായിട്ട് വരുന്നത് ഇതിൻ്റെ ടൂൾ ബോക്സ് ആണ്. ഇവിടെ ബാറ്ററി ബോക്സ് വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നത്. ഇതാണ് ഇപ്പം ഇതിൻ്റെ അതർ സൈഡിൽ നിന്നുള്ള ലുക്ക്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എല്ലാ വിൻഡോസും എമർജൻസി എക്സിറ്റാണ്, ബ്രേക്കബിൾ ആണ്. ഇതായത് ഇതിൻ്റെ ബാക്ക് ലുക്ക്. അവിടെ ഒരു നെറ്റിപ്പട്ടം കൊടുത്തിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്യുമെന്ന് അറിയില്ല, അവിടെ ഇൻഡിവിജ്വൽ സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ചെണ്ടമേളം രണ്ട് സൈഡിലായിട്ട് കാണാം. അതുപോലെ താഴെയായിട്ട് KSRTCയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വോൾവോയുടെ ബാഡ്ജിങ് പിന്നെ അവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക് വരുന്നത്. ഫുള്ളൊരു കേരള തനിമയിലാണ് ഈ ബസ്സുകളെല്ലാം. കേരള തനിമ മാത്രമല്ല, നാഷണൽ ഫീലിങ്ങും കേരള കൾച്ചറെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വോൾവോയും നമ്മുടെ സ്ലീപ്പർ ബസ്സുകളൊക്കെ ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ വോൾവോയുടെ 15 മീറ്ററിൻ്റെ ഇൻറ്റീരിയറാണ്. ടോട്ടൽ 51 സീറ്റുകൾ അതിനകത്ത് വോൾവോ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നീളം നോക്കിയ മക്കളെ, എന്താ നീളം! KSRTCയുടെ ബാഡ്ജിങ് അടക്കം സീറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ സീറ്റുകൾക്കും ഇത്രയധികം റിക്ലൈനിങ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സീറ്റിലായിട്ടും ആം സപ്പോർട്ട്, തൈ സപ്പോർട്ട്, ലെഗ് സപ്പോർട്ട്, ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ. അതുപോലെ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ AC വെൻ്റ്, റീഡിംഗ് ലാംപ്സ്. അതുപോലെ എല്ലാ വിൻഡോകളും എമർജൻസി എക്സിറ്റാണ്. ഇതിനും ഒരു ആഷ് കളറുള്ള കട്ടൻസാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ സീറ്റിലായിട്ടും KSRTCയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് മൊബൈൽ ചാർജിംഗ് പോർട്ട്, പോർട്ട് അടക്കം വരുന്നുണ്ട്. എമർജൻസി എക്സിറ്റിൻ്റെ അഡീഷണൽ ആയിട്ട് ഇവിടെ സ്റ്റെപ്പുകളുണ്ട്. വോൾവോയുടെ ഹൈറ്റ് ഇത്ര ഹൈറ്റുകളുണ്ട്. അഡീഷണൽ സ്റ്റെപ്പുകൾ ഇവിടെ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫയർ അലാറം പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നോബിൾ കാണാം. ഇത് സ്മോക്ക് ഡിറ്റക്ടറാണ്. അതുപോലെ അലാറം എല്ലാം ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ടാങ്ക് വരുന്നത് ഡിക്കി സ്പേസിലാണ്. സെൻട്രലായിട്ടും ഫ്രണ്ടിലായിട്ടും ടെലിവിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ ക്യാബിൻ്റെ പുറകിലായിട്ട് യാത്രക്കാർക്ക് വിൻഡോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. വോൾവോയുടെ നല്ല കിടിലൻ സ്റ്റിയറിംഗ് വീല് കാണാം. ഒരുപാട് ഇതിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റുകളുടെയൊക്കെ സ്വിച്ചുകളും CCTV ഡിസ്പ്ലേ. അതുപോലെ ഇവിടെ ആയിട്ട് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ അലേർട്ട് സംവിധാനം കൊടുത്തിട്ടുണ്ട്. സപ്പിയൻസ് ഓട്ടോമാറ്റൈഡാണ് വെച്ചിട്ടുള്ളത്. വോൾവോയുടെ ഐ-ഷിഫ്റ്റ് ഗിയർ വരുന്നത്. ഇതാണ് പുതുപുത്തൻ വോൾവോയുടെ ഇൻറ്റീരിയർ. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.